ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 42 മുതൽ 48 വരെയുള്ള തിരുവചനങ്ങൾ. രക്തസ്രാവക്കാരി സുഖം പ്രാപിക്കുന്നു. ജയറോസിൻ്റെ മകളെ പുനർജീവിപ്പിക്കുന്നു. 12 വയസ്സോളം പ്രായമുള്ള അവൻ്റെ ഏകപുത്രി ആസന്ന മരണയായിരുന്നു. അവൻ പോകുമ്പോൾ ജനങ്ങൾ ചുറ്റും കൂടി അവനെ തിക്കിയിരുന്നു. അപ്പോൾ 12 വർഷമായി രക്തസ്രാവം ഉണ്ടായിരുന്നവളും ആർക്കും സുഖപ്പെടുത്തുവാൻ കഴിയാതിരുന്നവളുമായ ഒരു സ്ത്രീ പിന്നിലൂടി വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പിൽ സ്പർശിച്ചു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. യേശു ചോദിച്ചു, ആരാണ് എന്നെ സ്പർശിച്ചത്? ആരും മിണ്ടിയില്ല. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഗുരുവേ, ജനക്കൂട്ടം ചുറ്റും കൂടി നിന്നെ തിക്കുകയാണല്ലോ. യേശു പറഞ്ഞു, ആരോ എന്നെ സ്പർശിച്ചു. എന്നിൽ നിന്ന് ശക്തി നിർഗമിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. മറയ്ക്കുവാൻ സാധിക്കില്ലെന്ന് കണ്ടപ്പോൾ അവൾ വിറയലോടെ വന്ന് അവൻ്റെ കാൽക്കൽ വീണു. താൻ അവനെ എന്തിനു സ്പർശിച്ചു എന്നും എങ്ങനെ പെട്ടെന്ന് സുഖപ്പെട്ടു എന്നും എല്ലാ ജനങ്ങളുടെയും മുമ്പാകെ പ്രസ്താവിച്ചു. അവൻ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോകുക. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തുന്നു. വർഷങ്ങളോളം അസുഖബാധിതയായിരുന്ന ആ മകളെ ഈശോയുടെ മേലങ്കി ഒന്ന് സ്പർശിച്ചപ്പോൾ തന്നെ അവളുടെ അസുഖം സൗഖ്യമായി. ജനക്കൂട്ടത്തിൽ തിക്കും തിരക്കും ഉള്ള സമയത്ത് ഈശോയുടെ സ്പർശനം അവളിൽ ഒന്ന് തൊട്ടപ്പോൾ തന്നെ അവളുടെ അസുഖം സൗഖ്യമായി. ഈശോ ചോദിക്കുന്നു, ആരാണ് എന്നെ സ്പർശിച്ചതെന്ന്. ജനക്കൂട്ട മധ്യേ തിക്കും തിരക്കിലും ഉള്ളപ്പോൾ സ്പർശിച്ചതായിരിക്കുമെന്ന് ശിഷ്യന്മാർ പറഞ്ഞു. പക്ഷേ ഈശോ പറഞ്ഞു, ഇല്ല, എന്നിൽ നിന്ന് ശക്തി പുറപ്പെടുവിച്ചിരിക്കുന്നു. യേശുവിൻ്റെ ശക്തി അതേറെ ശക്തിയുള്ളതാണ്. ആ ശക്തിയാണ് അവളുടെ രോഗം സൗഖ്യമാക്കിയത്. വൈദ്യന്മാരെ കൊണ്ട് സുഖപ്പെടുത്തുവാൻ പറ്റാത്ത രോഗങ്ങൾ ഈശോയുടെ ഒരു സ്പർശനം കൊണ്ട് സൗഖ്യമാക്കിയ നമ്മുടെ ഈശോ, യേശുവിൻ്റെ നാമത്തിൽ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു മകളെ എന്ന് യേശു പറയുകയും, നീ സമാധാനത്തോടെ പോകുക മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നീ ഇനി സമാധാനത്തോടെ പോകുക, ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട, ആകുലപ്പെടേണ്ട, നിന്റെ അസുഖം സൗഖ്യപ്പെട്ടിരിക്കുന്നു എന്നും ജനക്കൂട്ട മധ്യേ അവൾ വിളിച്ചു പറഞ്ഞു എൻ്റെ അസുഖത്തെപ്പറ്റി, തൻ്റെ രക്തസ്രാവത്തെപ്പറ്റി അവൾ ജനങ്ങളുടെ മുമ്പാകെ പറഞ്ഞു. ശക്തനായവൻ നമ്മളെ ഒന്ന് സ്പർശിച്ചാൽ, നമ്മുടെ പ്രശ്നങ്ങളെ ഒന്ന് തൊട്ടാൽ നാം എല്ലാവരും സുഖം പ്രാപിക്കും. അവിടെ വിശ്വാസമാണ്, യേശുവിലുള്ള അഗാധമായ വിശ്വാസം. യേശുവിലുള്ള ആ വിശ്വാസം അവളുടെ രോഗസൗഖ്യത്തിന് കാരണമായി. നമ്മുടെ വിശ്വാസം, നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസം നമുക്കും സൗഖ്യങ്ങൾ ലഭിക്കുവാൻ കാരണമാകുന്നു. സ്തുതി.